ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എവിടെയാണ് വായിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ലൂക്കോസ് 2-ാം അധ്യായം. രണ്ടാമത്തെ ചോദ്യം, നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഓപ്ഷൻ എ, ശിമ്യോൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 32 വരെ. മൂന്നാമത്തെ ചോദ്യം, യേശു ജനിച്ചപ്പോൾ റോമൻ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഓഗസ്തോസ് കൈസർ. ലൂക്കോസ് 2-ാം അധ്യായം 1-ാമത്തെ വചനം. നാലാമത്തെ ചോദ്യം, മറിയയോട് താൻ യേശുവിനെ പ്രസവിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ ഡി, ഗബ്രിയേൽ. ലൂക്കോസ് 1-ാം അധ്യായം 26 മുതൽ 31 വരെ. അഞ്ചാമത്തെ ചോദ്യം, ബെത്ലഹേമിലേക്ക് പോകുന്നതിന് മുമ്പ് യോസേഫും മറിയയും എവിടെയാണ് പാർത്തിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, നസറേത്ത്. ലൂക്കോസ് 2-ാം അധ്യായം 4-ാമത്തെ വചനം. ആറാമത്തെ ചോദ്യം, യേശു ജനിച്ചത് ഏതു പട്ടണത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ബെത്ലഹേം. ലൂക്കോസ് 2-ാം അധ്യായം 4 മുതൽ 6 വരെ. ഏഴാമത്തെ ചോദ്യം, യേശു കുഞ്ഞിനെ പൊതിയുവാൻ മറിയ എന്താണ് ഉപയോഗിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ശീല. ലൂക്കോസ് 2-ാം അധ്യായം 7-ാമത്തെ വചനം. എട്ടാമത്തെ ചോദ്യം, ദൂതൻ ഇടയന്മാരോട് എന്താണ് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ ഡി, ഭയപ്പെടേണ്ട. ലൂക്കോസ് 2-ാം അധ്യായം 10-ാമത്തെ വചനം. ഒൻപതാമത്തെ ചോദ്യം, യേശുവിനെ കിടത്തിയിരിക്കുന്ന സ്ഥലം കണ്ടെത്തുവാൻ വിദ്വാൻമാരെ സഹായിച്ചത് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, ഒരു നക്ഷത്രം. മത്തായി 2-ാം അധ്യായം 1 മുതൽ 2 വരെ. പത്താമത്തെ ചോദ്യം, വിദ്വാൻമാർ നക്ഷത്രം എവിടെയാണ് കണ്ടത്? ഉത്തരം ഓപ്ഷൻ എ, കിഴക്ക്. മത്തായി 2-ാം അധ്യായം 2-ഉം 9-ഉം വചനങ്ങൾ. 11ാമത്തെ ചോദ്യം, യോസേഫും മറിയയും എന്തിനാണ് ബെത്ലഹേമിലേക്ക് പോയത്? ഉത്തരം ഓപ്ഷൻ ഡി, പേർവഴി ചാർത്തപ്പെടേണ്ടതിന്. ലൂക്കോസ് 2-ാം അധ്യായം 1 മുതൽ 5 വരെ. 12ാമത്തെ ചോദ്യം, ഹെരോദാവിൻ്റെ പദ്ധതിയെക്കുറിച്ച് ദൂതൻ സ്വപ്നത്തിൽ ആർക്കാണ് മുന്നറിയിപ്പ് നൽകിയത്? ഉത്തരം ഓപ്ഷൻ ബി, യോസെഫ്. മത്തായി 2-13. 13ാമത്തെ ചോദ്യം, യേശു ജനിച്ചപ്പോൾ യഹൂദിയിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഹെരോദാവ്. 14ാമത്തെ ചോദ്യം, വിദ്വാൻമാർ തിരിച്ചെത്താത്തപ്പോൾ ഹെരോദാവ് എങ്ങനെ പ്രതികരിച്ചു?
ഉത്തരം ഓപ്ഷൻ ഡി, അവൻ കോപിച്ചു. മത്തായി 2-ാം അധ്യായം 16-ാമത്തെ വചനം. 15-ാമത്തെ ചോദ്യം. ഹെരോദാവിൽ നിന്ന് രക്ഷപ്പെടാൻ യോസേഫ് മറിയയെയും യേശുവിനെയും എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം ഓപ്ഷൻ സി, ഈജിപ്ത്. മത്തായി 2-ാം അധ്യായം 13-14 വചനങ്ങൾ. 16-ാമത്തെ ചോദ്യം. യോസേഫിന്റെ തൊഴിൽ എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, മരപ്പണിക്കാരൻ. മത്തായി 13:55. 17-ാമത്തെ ചോദ്യം. യേശു പൈതലിന്റെ അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ച പ്രവാചകി? ഉത്തരം ഓപ്ഷൻ ബി, ഹന്ന. ലൂക്കോസ് 2-ാം അധ്യായം 36 മുതൽ 38 വരെ. 18-ാമത്തെ ചോദ്യം. ഹെരോദാവ് ഏത് പ്രായത്തിലുള്ള കുട്ടികളെയാണ് കൊല്ലാൻ ഉത്തരവിട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, 2 വയസ്സും അതിൽ താഴെയും. മത്തായി 2:16. 19-ാമത്തെ ചോദ്യം. ഇസ്രായേലിലേക്ക് മടങ്ങാൻ ദൂതൻ യോസേഫിനോട് എപ്പോഴാണ് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ സി, ഹെരോദാവ് മരിച്ചതിന് ശേഷം. മത്തായി 2:19. 20-ാമത്തെ ചോദ്യം. ഇമ്മാനുവേൽ എന്ന വാക്കിനർത്ഥം? ഉത്തരം ഓപ്ഷൻ എ, ദൈവം നമ്മോടുകൂടെ. മത്തായി 2:22. ഇതോടുകൂടെ ഇന്നത്തെ ബൈബിൾ ക്വിസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ദിനങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.